ഹലോ, നമുക്കിന്ന് പ്രെഡിക്കേറ്റ് എന്താണെന്ന് പഠിച്ചാലോ? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൻ്റെ പാർട്ടാണ്. അതൊരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ തരുന്നു. ഇതൊരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെ പറ്റി പറയുന്നു. ഈ പ്രെഡിക്കേറ്റിനെ മൂന്നായി തിരിച്ചിരിക്കുന്നു: സിമ്പിൾ പ്രെഡിക്കേറ്റ്, കോമ്പൗണ്ട് പ്രെഡിക്കേറ്റ്, കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ്. സിമ്പിൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ സിമ്പിളാണ്. ഒരു സെൻറ്റൻസിൽ സിമ്പിൾ പ്രെഡിക്കേറ്റായി വരുന്നത് ആ സെൻറ്റൻസിലെ വെർബാണ്. അത് ചിലപ്പോൾ ഒരു വെർബായിരിക്കും, അല്ലെങ്കിൽ ഒരു വെർബ് ഫ്രേസാണ്. ഈ ഫസ്റ്റ് സെൻറ്റൻസൊക്കെ ഐ സാങ്, ഞാൻ പാടി. ഇതിൽ സബ്ജക്റ്റ് ഐയും സാങ് എന്ന് പറഞ്ഞാൽ പാടി. ഞാൻ പാടി. ഇതിൽ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാങ് ആണ്. ഈ സാങ് ആണ് നമ്മുടെ സിമ്പിൾ പ്രെഡിക്കേറ്റ് ഈ സെൻറ്റൻസിൽ. രണ്ടാമത്തെ സെൻറ്റൻസൊക്കെ അനു ഈസ് ഡാൻസിങ് ഇൻ ഹെർ റൂം. അനു ഡാൻസ് ചെയ്യുകയാണ് അവളുടെ റൂമിൽ. ഈ സബ്ജക്റ്റ് അനുവും ഈസ് ഡാൻസിങ് ആണ് നമ്മുടെ സിമ്പിൾ പ്രെഡിക്കേറ്റ്. ഇതിൽ ഈ ഈസ് ഡാൻസിങ് എന്ന് പറയുന്നത് രണ്ട് വെർബാണ്. ഈസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബും ഡാൻസിങ് എന്ന് പറഞ്ഞാൽ വെയിൻ വെർബുമാണ്. ഈ ഈസ് ഡാൻസിങ് ആണ് ഇവിടുത്തെ സിമ്പിൾ പ്രെഡിക്കേറ്റ്. മൂന്നാമത്തെ സെൻറ്റൻസൊക്കെ ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ. അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് അതാണ് നമ്മുടെ സിമ്പിൾ പ്രെഡിക്കേറ്റ്. ഹാവ് ബീൻ നമ്മുടെ ഹെൽപ്പിംഗ് വെർബും വെയിറ്റിംഗ് മെയിൻ വെർബുമാണ്. ഈ ഹെൽപ്പിംഗ് വെർബും മെയിൻ വെർബും ചേർന്നാണ് വെർബ് ഫ്രേസായിട്ട് വരുന്നത്. ഈ സെൻറ്റൻസിൽ വെർബല്ല നമ്മുടെ സിമ്പിൾ പ്രെഡിക്കേറ്റ്, വെർബ് ഫ്രേസാണ് സിമ്പിൾ പ്രെഡിക്കേറ്റായിട്ട് വരുന്നത് ഈ സെൻറ്റൻസിൽ.